ഇന്ന് നടക്കുന്ന ഈ സാഹിത്യോത്സവത്തിൻ്റെ അടുത്ത പരിപാടി പാനൽ പ്രദർശനമാണ്. നമ്മുടെ രാഘവൻ മാഷിൻ്റെ എഴുത്തിലെ മൗലിക നിരീക്ഷണങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പാനലാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എം വി ബാലകൃഷ്ണൻ മാഷാണ്. മാഷെ ഈ സദസ്സിന് പരിചയപ്പെട്ട ആവശ്യകതയില്ല. മാഷെ സ്നേഹാദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ പി നാരായണനാണ്. നാരായണനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് കെ പി നാരായണനെ ക്ഷണിക്കുകയാണ്. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ബാലകൃഷ്ണൻ മാഷ്, സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പൊതുപ്രവർത്തകനായുള്ള വിനോദം, ഈ സദസ്സുകളുടെ പ്രിയപ്പെട്ടവർ, ഇത് രാജഗോപാല മാഷയുടെ എഴുത്തിൻ്റെ വഴികൾക്ക് സംസാരമാണ് നമ്മൾ അവരെ ആരംഭിച്ചത്. എനിക്ക് തോന്നിയിട്ടുള്ളത് രാജഗോപാല മാഷ് കാസർഗോഡല്ല ജനിച്ചിരുന്നത്, കുറെ കൂടി തെക്കൻ കേരളത്തിലായിരുന്നെങ്കിൽ കുറെ കൂടി സംസ്ഥാന താലത്തിൻ്റെ പ്രശസ്തനായി മാറേണ്ട ഒരു വ്യക്തിയായിരുന്നു. നിരൂപണങ്ങളിൽ ഇത്രമാത്രം അഗ്രഗണ്യ ഒരു മനുഷ്യർ ഇപ്പോൾ അറിയപ്പെടില്ല നടത്തുന്നത് പറഞ്ഞില്ല. പക്ഷെ കുറെ കൂടി നമ്മുടെ കാസർഗോഡ് പഴയപ്പോഴപ്പോൾ വടക്കേൻ്റെ ഒരു അപകട കാലഘട്ടം ഉണ്ടായിരുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പാനൽ പ്രദർശനം നടക്കുകയാണ്. വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എഴുതി വെച്ചിട്ടുള്ള വേറെ ബോർഡുകൾ ഈ സ്റ്റേജിൻ്റെ ഈ സദസ്സിൻ്റെ വേറെയുണ്ട്. സമയങ്ങൾ കണ്ടു വായിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നൽകുന്ന സഹപൂർവ്വം ബാലകൃഷ്ണൻ പഠിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ പി നാരായണൻ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ബിനു, സദസ്സിലുള്ള ശ്രീ സുനിൽ പി ഇളയനമടക്കമുള്ള ശ്രീ രാജഗോപാല മാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ ഭൂത്തപ്പക്കീൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുക എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം വായനക്കൊണ്ടൊന്നും സമയം കിട്ടാത്ത ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുക. രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പണി എടുക്കുന്നു, സാഹിത്യം, കലാ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം ആ പണിയെടുക്കുന്നു. ഇത് രണ്ടെന്തോ ഒരു വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റുകളാണ്, ഇതൊന്നും പരസ്പരം യോജിക്കുന്നതല്ല എന്നൊരു ധാരണയാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാവുന്നില്ല, പക്ഷെ ഞാൻ ആ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കലയും സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. സംസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കി കലയും സാഹിത്യങ്ങളും സംസ്കാരവും ജീവിത രീതിയും ആ ജീവിത രീതിയുടെ വൈവിധ്യങ്ങളും രൂപങ്ങളും സമൂഹത്തിൻ്റെ വ്യക്തികളും എല്ലാം ചേർന്നതാണല്ലോ ഈ സംസ്കാരം എന്ന് പറയുന്നത്. പണ്ടാണെങ്കിൽ കലകളും സാഹിത്യവും മാത്രമാണ് സംസ്കാരം എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടെല്ലാം മാറി ഇന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ, അതുപോലെ ആ സമൂഹത്തിൻ്റെ ജീവിതവൃത്തിയുടെ വൈവിധ്യങ്ങളും രൂപങ്ങളും എല്ലാം അടങ്ങിയതാണ് സംസ്കാരം ഇന്ന് കാഴ്ചപ്പാട് നാം ഉദ്ദേശിക്കുന്നു. പക്ഷെ ആ അർത്ഥത്തിൽ സാംസ്കാരികമായ പ്രവർത്തനം തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും പ്രവർത്തനമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സംഘടനകളായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെയൊക്കെ പ്രവർത്തനം
ഈ സാംസ്കാരിക തലവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് രണ്ടും പരസ്പര പൂരകമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വ്യക്തി കൂടിയാണ്. ഇവിടെ ശ്രീ രാജഗോപാൽ മാസ്റ്ററുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളുടെ മൗലിക നിരീക്ഷണങ്ങളുടെ പാനൽ പ്രദർശനമാണ് എന്നിൽ അത്ഭുതമായിട്ട് കാണാം. രാജഗോപാൽ മാസ്റ്ററെ കുറിച്ച് വളരെയേറെ അറിയപ്പെടുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും വ്യക്തിബന്ധവും അദ്ദേഹത്തെ നിരന്തരമായി പല യോഗങ്ങളിലും കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാനും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാനും, ഞാനിവിടെ പറഞ്ഞതുപോലെ 1-2 പുസ്തകങ്ങളെ ഞാൻ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുള്ളൂ. എനിക്ക് ആ വായനയിലൂടെ തോന്നിയിട്ടുള്ള അനുഭൂതി എന്ന് പറയുന്നത് അദ്ദേഹം ഈ സ്വാഭാവികമായും നിരീക്ഷണ സാഹിത്യം എന്ന് പറയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, ആ നിരീക്ഷണ സാഹിത്യത്തിൽ ഒരു വേറിട്ട വഴി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആണ് ഈ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടേതായിട്ടുള്ള ഈ നിരൂപണത്തിൽ നമ്മുടെ ഈ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യത്തെയും നോക്കിക്കാണുന്നതിൽ എല്ലാവരും ഒരുപോലെയല്ല. പ്രത്യേകിച്ച് നിരൂപണ സാഹിത്യത്തിൽ തന്നെ ഒരു പ്രത്യേക വഴി കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് CP എന്നെനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ 1-2 പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, അത് വായിച്ചപ്പോഴും തോന്നിയിട്ടുള്ളൂ. മാത്രമല്ല ഈ വായനയിൽ നേരത്തെ ശ്രീ സുനിൽ പി ഇളയരം പറഞ്ഞതുപോലെ ഒരു സർഗാത്മകതയുണ്ട്. ആ സർഗാത്മകതയെ എങ്ങനെയാണ് രചനാ പാഠകത്തിലൂടെ ഉപയോഗപ്പെടുത്താമെന്ന് കഴിഞ്ഞിട്ടുള്ള അഗ്രഗണ്യമായ ഒരു പാഠകം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒരു സാഹിത്യകാരനാണ്, നിരൂപണ സാഹിത്യകാരനാണ് CP എന്നുകൂടി എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇനിയും ഏറെ ഞാൻ ഈ വടക്കൻ ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഒന്നും വേണ്ടത്ര അറിയപ്പെടുന്നില്ല എന്നുള്ള ഒരു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകതയായി പോകാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വളരെ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് CP. പക്ഷെ അദ്ദേഹം കാസർഗോഡിൻ്റെ ആളായിട്ട് ചുരുങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതെന്നാൽ അദ്ദേഹത്തെ ആ മാനം വലുതാക്കി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി ഒരു കുറ്റബോധം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഇനിയും ഏറെ ഇവിടെ ശ്രീ സുനിൽ പി ഇളയരം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം 1-2 വാല്യങ്ങളായി നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പൂക്കാസ് തന്നെ നേതൃത്വം കൊടുക്കണം. അങ്ങനെ നിങ്ങളിലൂടെ ആ പുസ്തക പ്രകാശനങ്ങൾക്ക് കൂടുതൽ വായനക്കാരെ സൃഷ്ടിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്നിൽ അത്ഭുതമായ കർമ്മം നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ഈ രാജഗോപാലൻ മാസ്റ്റർക്ക് ഹൃദയംഗമായി സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. നമ്മുടെ പാനൽ ചർച്ചയുടെ ഏറ്റവും ആദ്യത്തെ സെഷനാണ്. ഓരോ പാനൽ ചർച്ചയ്ക്കും പേര് വിളിക്കുന്നതും രാജഗോപാലൻ മാസ്റ്ററുടെ എഴുത്ത് രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഈ പാനൽ ചർച്ചയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചർച്ച നിയന്ത്രിക്കുന്നത് രാജഗോപാലൻ മാസ്റ്ററുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ AC ശ്രീഹരി മാഷാണ്. മാഷ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ രേണുക എൻ, കൃഷ്ണദാസ് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് ബാലകൃഷ്ണൻ ചെർക്കളയാണ്. ബാലകൃഷ്ണൻ ചെർക്കളയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീഹരി മാഷോട് അഭ്യർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എന്ന് കുറിച്ചുകൊണ്ടാണ് രാജഗോപാലൻ മാസ്റ്റർ തൻ്റെ പ്രഭാഷണങ്ങൾ ആരംഭിക്കാറ്. അതുകൊണ്ടാണ് ആ ഒരു വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. മാഷയുടെ പ്രസംഗത്തിലെ വാക്കുകൾ നടന്നു പോകുന്ന വാക്കുകളാണ്, പറന്നു പോകുന്ന വാക്കുകളല്ല. സാധാരണ മനുഷ്യരെ പോലെ നടന്നു പോകുന്ന, നാട്ടിലെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടും അതിന് കൊണ്ടുകൊണ്ടും ഒക്കെ നടത്തുന്ന ഭാഷാ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ വായനക്കാരുടെ രാജ്യഭാരം എന്നുള്ളത് മാഷയുടെ സാഹിത്യ പ്രവർത്തനങ്ങളെ മൊത്തം അടയാളപ്പെടുത്തുന്ന ഒരു തലക്കെട്ടാണെന്ന് വിചാരിച്ചു. നടന്നു പോകുന്ന വാക്ക്
എന്നതുപോലെ അടുത്ത ഒരു ഘട്ടത്തിൽ ഈ വാക്ക് ആരുടേതാണ്, സാഹിത്യം ആരുടേതാണെന്ന ചോദ്യത്തിൽ അത് വായനക്കാരുടേതാണ്. അത് ഇന്ത്യൻ സാഹിത്യ മീമാംസയിലൊക്കെ ആണെങ്കിലും എഴുത്തുകാരോടൊപ്പം തന്നെ പ്രാധാന്യം സഹൃദയർക്കുണ്ട്. പക്ഷേ ചില കാലത്ത് ചെറുത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നിരൂപകർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് കവിദേവ പ്രജാപതി എന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ മുണ്ടശ്ശേരി മാരുടെ കാലഘട്ടത്തിൽ MRC മാരുടെ രാജാവ് മാരുടെ അധ്യാപകനാണ് MRC മാരുടെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ നിരൂപകരുടെ രാജ്യഭാരം എന്നാണ്. അപ്പൊ കവികളുടെ എഴുത്തുകാരുടെ രാജ്യഭാരത്തിൽ നിന്നും മാറിയിട്ട് നിരൂപകരുടെ രാജ്യഭാരം നടപ്പിലുണ്ടായിരുന്നു. മുണ്ടശ്ശേരി മാസം മുതൽ ഇങ്ങോട്ടുള്ള വലിയ പ്രഗത്ഭരായ എഴുത്തുകാരുടെ നിരൂപകരുടെ ഒരു കാലഘട്ടം. അതിൽ നിന്ന് മാറിയിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ കോളേജ് പ്രൊഫസറോ അങ്ങനെ അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന അധികാരമുള്ള ഭാഷയുടെ മേലെ അധികാരമുള്ള ആൾക്കാരിൽ നിന്ന് മാറിയിട്ട് സാധാരണ നടന്നു പോകുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു നിരൂപണ പദ്ധതിയാണ് രാജോല മാഷ്. ഒരു മാഷ് ജ്ഞാന പദ്ധതി മെത്തഡോളജി തന്നെ മാഷ് ക്രിയേറ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗവേഷകർ ചെയ്യുന്ന ഒരു ഗവേഷണ രീതിശാസ്ത്രമാണ്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തല്ല. നമ്മുടെ ഒരു കൃതി ഏത് പെർസ്പെക്റ്റീവ് നിന്നാണ്, ഏത് വീക്ഷണ കോണിൽ നിന്നാണ്, ആരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നോക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് മുമ്പ് ഞാനൊരു ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായില്ല 96 മറ്റോ തിരുവല്ലയിൽ വിഷ്ണുനാരായണ നമ്പൂതിരി അദ്ദേഹം മേശാന്തിയായിട്ട് തിരുവല്ല ക്ഷേത്രത്തിൽ കഴിയുന്ന സമയത്ത് അവിടെ വെച്ചൊരു ND കൃഷ്ണമാരി ട്രസ്റ്റിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, സാഹിത്യ ക്യാമ്പ്. അന്ന് KP ശങ്കരൻ മാസ്റ്റർ പറഞ്ഞത് ഈ ടോപ്പിക്കെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞ പ്രസംഗമല്ല, ആൾക്കാരുണ്ട്. അന്ന് KP ശങ്കരൻ മാസ്റ്റർ പറഞ്ഞത്, വളരെ വലിയ നിരൂപകനായിട്ട് KP ശങ്കരൻ മാസ്റ്റർ പറഞ്ഞത്, വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കവിതകൾക്ക് അവതാരിക എഴുതുക എന്നുള്ളത് എൻ്റെ കുലത്തൊഴിലാണ്. അതായത് നമ്പൂതിരിമാർക്ക് വളർത്തി പിടിക്കുക എന്നത് വായകന്മാരുടെ ഒരു കുലത്തൊഴിലാണ്. അതുകൊണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കവിതയ്ക്ക് അവതാരിക എഴുതുക എന്നത് ഞാൻ എന്തായാലും കുലത്തൊഴിൽ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവിടെ മാസം അവിടെ നിഷ്കളങ്കമായിട്ടൊക്കെയാണ് പറഞ്ഞത്. മാസം തന്നെ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സൂചനകളോ ജാതീയമായിട്ടുള്ള ധ്വനികളോ ഒന്നും മാഷക്കാർ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അതിന് സൗന്ദര്യാത്മക കവി മാത്രം എന്നതുപോലെ നിരൂപകൻ മാത്രമാണ്. പിന്നീട് KP അക്കടിലേക്ക് വരുന്നത് EP തലമുറ തൊട്ടുമുമ്പേ എനിക്ക് തോന്നുന്നത് ഈ KP ശങ്കരന്മാരുടെയും തലമുറയിലേക്ക് KP അക്കൽ നേരത്തെ പറഞ്ഞ അനുഭൂതി രീതി അതാണ് സാഹിത്യയുടെ അനുഭൂതിയാണ് അദ്ദേഹം നോക്കിയിരുന്നത്. അപ്പോൾ രാജമാഷന്റെ KP അപ്പോസ്തലനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആധുനികതയുടെ തലമുറത്തപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പം അങ്ങനെ അപ്പം നമ്പൂരാനൊക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രാമാണ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശിഷ്യന്മാരും ഗണങ്ങൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു വലിയ നിക്ഷേപം, ഒരു പാരഡൈസ് എന്ന് ഞങ്ങൾക്ക് പറയുന്ന ആ സാധനം മലയാളം സാധ്യമാക്കിയത് വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാനം രാജാ മാഷത്തിനുണ്ട്. ഏതെങ്കിലും വലിയ അക്കാദമികമായിട്ടൊരു പ്രശ്നം നിന്നുകൊണ്ടോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ തലത്തിൽ നിന്നുകൊണ്ടോ അല്ല മാഷ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചന്ദന ഹാർട്ടുള്ള ഒരു വണ്ടിയിൽ തുടങ്ങിയിട്ടാണ് മാഷ് ചെയ്യുന്നത്. അത് വലിയ പണിയാണ്. അങ്ങനെ നിർമ്മിച്ചെടുത്തതിന്റെ വളരെ അധ്വാനമുള്ള സാധനമാണ്. മേലെ താഴേക്ക് കെട്ടിയിറക്കപ്പെട്ടതല്ല, താഴേക്ക് മേലോട്ട് ഇങ്ങനെയുണ്ട്. ഒരു ഹിസ്റ്ററി ഫ്രം ബിലോ എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ വലിയ അധികാരമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് തന്റെ വായന ചിന്ത കൊണ്ടുവന്ന എഴുത്തുകാരന്റെ ക്രിയാണോ അല്ല നിരൂപകൻ എന്ന് സ്ഥാപിച്ച എഴുത്തുകാരനാണ്, നിരൂപകനാണ്, ചിന്തകനാണ് ഇക്കാര്യത്തിൽ മാഷ്. അപ്പൊ ഗ്ലോബലൈസേഷന്റെ കാലത്ത് നമ്മുടെ പ്രദേശത്തെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയത്തെ ചെറുക്കാം എന്ന് സാംസ്കാരിക നിരൂപണ രംഗത്തും അത് തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പം അത് പറഞ്ഞ നോൺ ഫിക്ഷൻ എന്നുള്ള ഒരു കാറ്റഗറി മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ അത് വലിയ സംഭാവന ചെയ്ത എനിക്ക് ഇന്ന് മലയാളത്തിൽ എഴുതുന്ന ഏറ്റവും നല്ല ക്രിയാത്മക നിരൂപണത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത എഴുത്തിന്റെ ഒരു ഗദ്യത്തിന്റെ ഗതിശാഖ തന്നെ രാജാ മാഷ് വളർത്തിയെടുക്കുന്നുണ്ട്.
അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ഉള്ളൊരു സങ്കല്പനമാണ് ഈ വായനക്കാരുടെ രാജ്യഭാരം. നമുക്കൊക്കെ അതിൽ റോളുണ്ട്. നിങ്ങളെ പ്രിയമുള്ളവരെ വിളിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ചേർത്ത് പിടിക്കുന്നത് ഇൻക്ലൂസീവ്നെസ് ഉണ്ട്. വായനക്കാരാണ് എഴുത്തുകാരെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിൽ നിർമ്മാണമുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ള എഴുത്തുകാരെയാണ് നിർമ്മിക്കുന്നത്, നിങ്ങൾക്ക് ആരെയാണ് ഇത് ഉദ്ഘാടനം വിളിക്കുന്നത് എന്നത് നിങ്ങളുടെ കുറ്റമോ കുറവോ അല്ലെങ്കിൽ കഴിവുമാണ്. ആരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ഓരോ വോട്ടറാണ് തീരുമാനിക്കുന്നത്. പക്ഷെ വോട്ടറിന്റെ മനസ്ഥിതി ആരാണ് നിർമ്മിക്കുന്നത് ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തെയാണ് രാജാക്കന്മാർ എപ്പോഴും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരായിട്ടുള്ള മോഹൻ മാഷ് വളരെ ദൂരത്തിൽ എത്തിയിട്ടുണ്ട്. എത്ര ദിവസമാണ് എഴുപടിക്ക് വന്നിരിക്കുന്നത്. 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അത് 10 മിനിറ്റ് ഞാൻ അവതരിച്ചു. ബാക്കി 50 മിനിറ്റ് ഇവർക്കുള്ളതാണ്. അതിലേക്ക് നിങ്ങൾക്ക് കൂടി പങ്കെടുക്കുന്നതാണ്. വായനക്കാരെന്ന് കേൾവിക്കാർ സദസ്സിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ചർച്ച ഈ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മോഹൻ മാഷ് ക്ഷണിക്കുന്നു. ഈ സെഷന്റെ മോഡറേറ്റർ CAC ശ്രീഹരി, എൻ്റെ പ്രിയ സുഹൃത്ത് രേണുക, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു വലിയ തമാശ കാണുന്നത് നിരൂപണത്തിൻ്റെ അധികാരി കോളേജ് മാഷല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി തുടങ്ങുകയാണ്. പക്ഷെ വേദിയിൽ 3 കോളേജ് മാഷന്മാരാണ്. അതാണ് എനിക്കൊരു വലിയ തുടക്കത്തിൽ തന്നെ കാണുന്നത്. ഞാൻ കാണുന്ന തമാശ ഒന്ന്, എല്ലാവരും കോളേജ് മാഷന്മാരായി പോയി എന്നുള്ളത് ഭാഗമാണ്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഞാൻ വരുന്നത് രാജഗോപാൽ മാഷ് മലയാള സാഹിത്യ നിരൂപണത്തിൽ എന്ത് ചെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു 40 പുസ്തകം എഴുതിയെന്ന് ഔദ്യോഗികമായി പറഞ്ഞു. 40 കൂടുതൽ നിന്ന് 12 വർഷം പറഞ്ഞു. ഒരു പ്രോജക്റ്റ് എഴുത്തുകാരനാണ് രാജഗോപാൽ മാഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാരാളം എഴുതുന്ന ഒരാൾ, എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ, ആ ചിന്തകൾ മുഴുവൻ ഒന്നിനൊന്ന് നൂതനങ്ങളാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ, ആത്മാനുകരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയോളം മോശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ഇങ്ങനെ പല രീതിയിലും രാജഗോപാൽ മാഷ് പരിചയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് എഴുതുന്ന ഓരോ വാക്കും ഒരു പുതിയ വാക്കായിരിക്കണം. നമ്മൾ പറഞ്ഞു എഴുത്തിൻ്റെ ജനാധിപത്യം, എഴുത്തിലെ ജനാധിപത്യം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഒരുപക്ഷെ രാജഗോപാൽ മാഷിന്റെ നിരൂപണം, കവിത അത് സാധിച്ചു വലിയൊരളവിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാജഗോപാൽ മാഷിന്റെ നിരൂപണം ശരിക്കും എഴുത്തിലെ ജനാധിപത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരൂപണം എന്ന് പറഞ്ഞാൽ ഭാഷയും രൂപകങ്ങളും ഒരു എഴുത്തുകാരൻ്റെ സകലമാന ശബ്ദ സംവിധാനങ്ങളുടെ സന്നിവേശങ്ങളും എന്നാൽ തന്നെ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അത് ഒരു സമൂഹത്തിൽ നിന്ന് ഉത്ഭവിച്ച് വളരുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന രചനകളാണ് രാജഗോപാൽ മാഷ് എഴുതിയിട്ടുള്ള മുഴുവൻ പ്രബന്ധങ്ങളും. അതിൽ ഒരു വാക്കിന് പോലും വ്യത്യാസമില്ല. അതായത് ഭാഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഭാഷ വളരെ പൊല്യൂട്ടഡാണ് എന്ന് രാജഗോപാൽ മാഷ് അറിയാം. നമ്മളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ഒരു ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഭാഷയ്ക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു ശുദ്ധിയൊന്നുമില്ല എന്ന് തീരുമാനിക്കുകയാണ് വാസ്തവത്തിൽ രാജഗോപാൽ മാഷിന്റെ. ഭാഷ പൊല്യൂട്ടഡാണ്, മലീമസമാണ്, മലീമസമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഭാഷ പരിഷ്കരിക്കപ്പെടുന്നത് തന്നെ അത് അനുദിനം മലിനമാക്കപ്പെടുകയും കടമാക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുള്ള നിരൂപകൻ എന്നതിലൊക്കെയാണ് ഞാൻ രാജഗോപാൽ മാഷെ കാണുന്നത്. ഇത് പറയുമ്പോൾ ഞങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് എനിക്കൊരു ചെറിയ വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മാഷിന്റെ ആദ്യത്തെ പുസ്തകം കൈകൊള്ളൂർ പ്രകാശനം ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ പുസ്തകം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം, സ്വപ്നവും ചരിത്രവും. കൈകൊള്ളൂർ പ്രകാശനം ചെയ്യുന്ന സമയത്ത് മാഷാണ് അത് പ്രകാശനം ചെയ്തത്.
അന്ന് ആ പ്രകാശന ചടങ്ങിൽ വളരെ മുൻപ് തന്നെ, ആ പ്രകാശനത്തിൻ്റെ വളരെ മുൻപ് തന്നെ, വൈകുന്നേരം 5 മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ള പ്രകാശനത്തിന് ഞങ്ങളേതാണ്ട് 2:30 മണിക്ക് ഞങ്ങൾ കരുവള്ളൂർ എത്തുകയാണ്. ഞാൻ TP സുകുമാരൻ മാഷ് കൂടി ഞങ്ങൾ വന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ TP സുകുമാരൻ മാഷ് ഞങ്ങൾ അവിടെ ഫോക്ലോറിൻ്റെ കരിവൂർ സ്മാരകമില്ല, കരുവള്ളൂരിലുള്ള അവിടെ പോയി അദ്ദേഹം ഞങ്ങളുടെ ആ കഥകൾ മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഫോക്ലോറിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടാണ് സ്വപ്നവും ചരിത്രവും എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഞങ്ങൾ കിടക്കുന്നതാണ്. ഹരിദാസ് കരിവള്ളൂരിൻ്റെ പുസ്തകം കൂടി ഞങ്ങളോടൊപ്പം പ്രകാശനം ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ അന്ന് സുകുമാരൻ മാഷ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അന്ന് ഇത്രയൊന്നും എഴുതിയിട്ടില്ല രാജഗോപാൽ മാഷ്, 40 കൂടുതൽ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. എഴുത്തിൻ്റെ തുടക്കം മാത്രമാണ്. പക്ഷേ സുകുമാരൻ മാഷ് ആ എഴുത്തിലെ ഭാഷയെക്കുറിച്ച്, അത് ആവേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ തിയററ്റിക്കലാകുന്നു, വളരെ സാധാരണ ഭാഷയായി മാറേണ്ട സമയത്ത് സാധാരണ ഭാഷയായി മാറുന്നു. അങ്ങനെ അതിൽ ഈ രാജഗോപാൽ മാഷിൻ്റെ ഈ ഒരു എഴുത്തുകാരൻ നിരൂപകൻ എന്നുള്ളത് എനിക്ക് രാജഗോപാൽ മാഷിക്കുള്ള പൊട്ടൻഷ്യലിനെ പറ്റിയിട്ട് സുകുമാരൻ മാഷ് അന്നേ സംസാരിക്കേണ്ടായി എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു പരിപാടി വെച്ചുകൊണ്ട് മാഷിൻ്റെ എഴുത്ത് ജീവിതത്തെ പുനഃപരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മാഷ് ഒരുപാട് വാക്കുകൾ പുതുതായി മലയാളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ്. പല വാക്കുകൾക്കും എന്താ പറയുക, ഒരു ആവാഹകത്വ ശേഷി ഇല്ല എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് മാഷ് പല വാക്കുകൾ മലയാളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി ശ്രദ്ധിച്ചൊരു വാക്ക് ഫലമ എന്നുള്ള വാക്ക്. ഫലമ എന്ന വാക്ക് അങ്ങനെ മലയാളത്തിൽ കൂടുതൽ പ്രയോഗിക്കപ്പെട്ടുള്ള വാക്കല്ല. ഇനി അങ്ങനെ ഒരു വാക്ക് സാധുവാണോ എന്നൊന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഒരു വാക്ക് പോയിന്റ് ചെയ്യും, അങ്ങനെ ഒരു വാക്ക് സൃഷ്ടിച്ചെടുക്കുന്നു. ആ സൃഷ്ടിച്ചെടുക്കുന്ന വാക്ക് ഒരു പക്ഷേ ഒരു നിരൂപകന്റെ കാഴ്ചപ്പാടിൻ്റെ മുഴുവൻ സൂചകമായിട്ടൊരു വാക്കാണ് എന്നാണ് എനിക്ക് ഫലമ എന്നുള്ള വാക്ക്. പ്ലൂറാലിറ്റി എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ പോളിഫോണിക് എന്നൊക്കെ പറയാവുന്ന പല രീതിയിൽ ആ വാക്കിനെ പല രീതിയിൽ ആ വാക്കിനെ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ വാക്കിൻ്റെ ബഹുസ്വരതകളെക്കുറിച്ച്, വാക്കിൻ്റെ ഒരേ വാക്കിന് തന്നെ കോണ്ടെക്സ്റ്റുവലായിട്ട് പല രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജഗോപാൽ എപ്പോഴും കണ്ടുപോരുന്ന ഒരു കാര്യമാണ് അത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പ്രധാനമായിട്ടും ഞാൻ ഈ സെഷനിൽ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാറ്റിവെക്കുക. കവിതയുടെ ഗ്രാമങ്ങൾ, ആഖ്യാനത്തിൻ്റെ ജീവിതം എന്നുള്ള 2 പുസ്തകങ്ങൾ ബേസ് ചെയ്ത് മാഷ കവിതാ നിരൂപണങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വിഷയവും ഉണ്ടല്ലോ ഇവിടെ. മാഷയെക്കുറിച്ച് പറയുന്നതോടൊപ്പം ഒരു വിഷയത്തെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തന്നെയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. മാഷ കവിതാ നിരൂപണത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം മാത്രം തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫലമ എന്നുള്ള ആ വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിരൂപണത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന സമീപന ശൈലിയുടെ ഒരുപാട് പ്രത്യേകതകൾ ആ വാക്കിനടുത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. വാസ്തവത്തിൽ ഇനിയിപ്പോൾ ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു വായനക്കാരന് നിരൂപകന്റെ സഹായം ആവശ്യമുണ്ടോ? ഇതാണ് ആദ്യമേ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിരൂപകൻ വേണോ? എന്തിനാണ് ഒരു നിരൂപകൻ എന്നുള്ളൊരു ചോദ്യം. കാരണം എഴുത്തുകാരൻ തന്നെ തങ്ങളുടെ കൃതികൾക്ക് പല നിരൂപണങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പുസ്തകം എഴുതി കഴിഞ്ഞാൽ തന്നെ തൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് നിരൂപണങ്ങൾ എഴുതുന്ന ഒരു കാലമാണ്. അപ്പോൾ പിന്നെ നിരൂപകന്റെ ആവശ്യമുണ്ട്. ഇനി തൻ്റെ കൃതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകാത്ത, അങ്ങനെ അതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഒരു പുസ്തകത്തിനകത്ത് ആർക്കും മനസ്സിലാകാത്ത അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതൊക്കെ പഴയ സങ്കല്പമാണ്. എന്നിട്ട് നിരൂപകൻ പോയിട്ട് ആ അർത്ഥം കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമായിട്ട് വാസ്തവത്തിൽ സാഹിത്യത്തെ കാണുന്ന ഒരു സമ്പ്രദായം. അതിനൊക്കെ മാറ്റി വെച്ചിട്ട് തൻ്റെ കൃതിക്ക് താൻ തന്നെ ഭാഷ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരുടെ ഒരു പുതിയ കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലത്ത് നിരൂപകന്റെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോഴാണ് നിരൂപകൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്. വാസ്തവത്തിൽ നിരൂപകൻ എന്നല്ല, വായനക്കാരൻ്റെ രാജ്യഭാരം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ഈ ഒരു വഴി തുറക്കുന്നത്.
വാസ്തവത്തിൽ നിരൂപകൻ ഒരു വലിയ വായനക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും നിരൂപകരാണ്, എല്ലാവരും നല്ല വായനക്കാരാണ്. അതാണ് എഴുത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ പഴയ സങ്കല്പന പ്രകാരം മാനവീയ സാഹിത്യ നിരൂപണത്തിന്റെ ഏറ്റവും ഡെമോക്രറ്റിക് ആയിട്ടുള്ളൊരു വശം, ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളൊരു വശം, അത് വായനക്കാരനൊരു വലിയ സ്ഥാനം എന്നും കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് പിറകെ മറ്റു ഭാഷകളുടെ നിരൂപണങ്ങൾ വരുന്നുണ്ട്. സരസ്വത്യാസ് തത്വം കവി സഹൃദയാഖ്യം വിജയതേ എന്ന് പറയുമ്പോൾ സരസ്വതി തത്വം വിജയിക്കുന്നത് കവിയും സഹൃദയം കൂടി ചേരുമ്പോഴാണ്. സഹൃദയം എന്നാൽ സമാന ഹൃദയമാണ് എന്നും പറഞ്ഞു വയ്ക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്. എന്ന് മാത്രമല്ല, എഴുത്തുകാരൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള പ്രതിഭയെക്കുറിച്ച് പറയുന്ന അതേ സമയത്ത് തന്നെ വായനക്കാരൻ്റെ വിശകലനാത്മകമായ പ്രതിഭയെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യം, നമ്മളുടെ ഇന്ത്യൻ സാഹിത്യ നിരൂപണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരേന്ദ്രിയായ പ്രതിഭയും ഭാവൈത്രിയായ പ്രതിഭയും രണ്ട് പ്രതിഭകളെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. കാരേന്ദ്രിയായ പ്രതിഭ എന്ന് പറഞ്ഞാൽ നിർമ്മാണശേഷിയുള്ള പ്രതിഭ എന്നാണ്. ഭാവൈത്രിയായ പ്രതിഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്യാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിവുള്ള പ്രതിഭ. ഈ രണ്ട് രീതിയിലുള്ള പ്രതിഭകളെ കുറിച്ചും ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ പരാമർശങ്ങളുണ്ട്. വാസ്തവത്തിൽ വിമർശകന്റെ പ്രതിഭ ഭാവൈത്രിയായ രണ്ടാമത് പറഞ്ഞ വിശകലനാത്മകമായിട്ടുള്ള പ്രതിഭയാണ് എന്നാണ് പൊതുവെ സങ്കല്പിച്ചു പോന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അതിനെ അടിമുടി തട്ടിത്തെറിപ്പിച്ച ഒരു നിരൂപകൻ മലയാളത്തിൽ ഉണ്ടായത് കുട്ടികൃഷ്ണ മാരാരാണ്. മാരാർ പറഞ്ഞു, അങ്ങനെ ഒരാൾ സൃഷ്ടിക്കുകയും മറ്റേയാൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ഒരു അധികാരിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ എഴുത്തിന്റെ വിശകലന ജോലി മാത്രം ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് വാസ്തവത്തിൽ നിരൂപകൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാരാർ ഉന്നയിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രബന്ധത്തെ ഒന്ന് ചുരുക്കി പറയുക മാത്രം ചെയ്യുക. മാരാരുടെ പക്ഷപാത നിരൂപണം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. കുട്ടികൃഷ്ണ മാരാർ എഴുതിയിട്ടുള്ള പക്ഷപാത നിരൂപണം എന്ന് പറയുന്ന ലേഖനമുണ്ട്. മാരാരുടെ നിരൂപണങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ഒരു പക്ഷേ രാജഗോപാൽ ഭാഷ നിരൂപണങ്ങളുടെയും ഒരു വലിയ പ്രത്യേകത, ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ പോലെ സ്റ്റെപ്പായിട്ട് ഡെറൈവ് ചെയ്ത് കൊണ്ടുപോകാവുന്ന നിരൂപണമാണ് മാരാരുടേത്. മാരാര് ഒന്ന് പടിപടിയായിട്ട്, നമ്മളൊരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു കണക്ക് ചെയ്യുന്ന മാതിരി പടിപടിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവസാനം വരെയൊരു സമ്പ്രദായമുണ്ട്. മാരാർ പറയുന്നത് നിരൂപകൻ ഒരിക്കലും വിധികർത്താവല്ല എന്നാണ്. വിധികർത്താവാകാൻ ശ്രമിച്ച സമയങ്ങളിലെല്ലാം നിരൂപകൻ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് 4-5 ഉദാഹരണങ്ങൾ കൊടുക്കുന്നത്. ഒരു ഉദാഹരണം മാത്രമേ ഞാനിവിടെ പറയുന്നത്, ഒരുപാട് ഉദാഹരണങ്ങൾ. മാരാർ ചോദിക്കുന്നുണ്ട്, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരാളാണ് എം.ആർ. നായർ എന്ന് പറയുന്ന സഞ്ജയൻ. ഈ സഞ്ജയൻ തൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചത് ചങ്ങമ്പുഴ ഒരു കവിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. സഞ്ജയനെ പോലെ അത്യന്തം പ്രതിഭാശാലിയായ ഒരാൾ ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് പറഞ്ഞിട്ടും ചങ്ങമ്പുഴ കവിയല്ലാതായി തീർന്നിട്ടില്ല. മലയാളികൾക്ക് ചങ്ങമ്പുഴയുടെ കവിതയോട് ഒരു വിരോധവും തോന്നിയിട്ടില്ല. രാജഗോപാൽ മാഷത്തെ ഒന്നാം തരം ഒരു ചങ്ങമ്പുഴ കവിതാ പഠനം ഈ കവിതയുടെ ഗ്രാമം എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ അതിലേക്കൊന്ന് കടക്കണമെന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു ജീവിതകാലം മുഴുവൻ സഞ്ജയനെ പോലെ ഒരാൾ ചങ്ങമ്പുഴ കവിയല്ല എന്ന് പറഞ്ഞിട്ടും ചങ്ങമ്പുഴ കവിയല്ലാതായി ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നിരൂപകൻ വിധികർത്താവല്ല, നിരൂപകൻ വിധികർത്താവാകാൻ ശ്രമിക്കുമ്പോഴൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആദ്യം പറയുന്ന കാര്യം. പിന്നെ പറയുന്നു, അങ്ങനെ നിരൂപകൻ വിധികർത്താവല്ലെങ്കിൽ പിന്നെ അയാൾക്കൊരു വിധികർത്താവിന് ആവശ്യമായിട്ടുള്ള നിഷ്പക്ഷതയുടെ കുപ്പായം എന്തിനാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. നിരൂപകൻ വിധികർത്താവല്ലെങ്കിൽ വിധികർത്താവിന് മാത്രം ചേർന്ന ഒരു നിഷ്പക്ഷതയുടെ കുപ്പായം അയാൾ ഒരു തടയേണ്ട കാര്യമില്ല. അത് രണ്ടാമത് ആ കാര്യം പറയും. പിന്നെ പറയുന്നത് നിഷ്പക്ഷത കുപ്പായം വേണ്ട എന്നാണെങ്കിൽ പിന്നെ അയാൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം
പക്ഷപാതങ്ങളുടെ ഏതെങ്കിലും ഒരു കുപ്പായം അണിയുക എന്നുള്ളത്. വളരെ എത്ര മാത്തമാറ്റിക്കലായിട്ടാണ് കാര്യം പറഞ്ഞുകൊണ്ടുള്ളത്. പക്ഷപാതങ്ങളുടെ ഏതെങ്കിലും ഒരു കുപ്പായം അണിയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട്, ഒരു പക്ഷപാതിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് താൻ നിലകൊള്ളുന്ന നിലപാടുകളുടെ, അതായത് പക്ഷപാതങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ അതിനുവേണ്ടി ആകാവുന്നിടത്തോളം മാരാർ ഉപയോഗിക്കുന്ന വാക്ക് സാമ്പത്തികം എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. വേണ്ടുന്നത്ര തെളിവുകളോടുകൂടി തന്റെ നിലപാടിനെ ഉറപ്പിക്കാൻ മാത്രം ഉപപത്തികൾ സമ്പാദിച്ചുകൊണ്ട് പക്ഷപാതപരമായി എഴുതുക എന്നതാണ് പിന്നെ നിരൂപന ചുമതല. ഇത്ര ഈ മാരാരെയാണ് നമ്മൾ പുരോഗമന സാഹിത്യത്തിന്റെ മറുപക്ഷത്തിൽ നിന്നാൾ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ നിരൂപണത്തിനെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ മാരാര് പുരോഗമന സാഹിത്യത്തോടൊപ്പം തന്നെയാണ്. ഒരല്പം കൂടി മുന്നോട്ട് കടന്നു പോയെങ്കിൽ, നീങ്ങിപ്പോയെങ്കിൽ ഒരു വലിയ മുനമ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന അനുഭവം മാരാർക്ക് ഉണ്ടാകുമായിരുന്നു. കാരണം സ്വന്തം പക്ഷപാതങ്ങളെ അവതരിപ്പിക്കാൻ സോമബദ്ധികമായി യുക്തിഭദ്രമായി എഴുതുന്നതാണ് നല്ല നിരൂപണം എന്ന് പറയാം. നേരത്തെ ഇവിടെ ശ്രീഹരി പറഞ്ഞപ്പോൾ, തിരുവല്ല ക്യാമ്പിനെ അനുസ്മരിച്ചുകൊണ്ടും കെ പി ശങ്കരമാഷെ വിഷ്ണുമാഷെ അനുസ്മരിച്ചുകൊണ്ടും പറഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, നമ്പൂതിരിക്ക് വിളക്കുപിടിക്കലാണ് വാര്യയുടെ, പിഷാരടിയുടെ, ഒടുവാളുടെ ഒക്കെ ചുമതല എന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ നിരൂപന്റെ ചുമതല എഴുത്തുകാർ വിളക്കുപിടിക്കുക എന്നതല്ല. അതാണ് മാരാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനിപ്പിക്കുന്നത്, മാരാർ പക്ഷപാത നിരൂപണം അവസാനിപ്പിക്കുന്നത് അങ്ങനെ സ്വന്തം പക്ഷപാതങ്ങളെ. പക്ഷെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് നിരൂപണം എന്നുള്ള ചോദ്യം ഉയർന്നു വന്ന സമയത്ത് രണ്ട് മാറ്റങ്ങൾ നിരൂപണത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഒരു സാഹിത്യ സൃഷ്ടിയെ വെച്ചുകൊണ്ട് അതിനോട് തനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇംപ്രഷൻ, ആ ഇംപ്രഷൻ അവതരിപ്പിക്കലല്ല നിരൂപണം എന്ന് പറഞ്ഞാൽ ഇത് തീരുമാനമായി. പിന്നെ എന്താണ്, നമ്മൾ പുരോഗമന സാഹിത്യകാരന്മാർ പറഞ്ഞ ഒരു പ്രധാന കാര്യം, എഴുത്തിനെ സൗന്ദര്യശാസ്ത്രപരമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമല്ല അളക്കേണ്ടത്. തീർച്ചയായിട്ടും എസ്തെറ്റിക്കലായിട്ടുള്ള സങ്കല്പനങ്ങളും മാനദണ്ഡങ്ങളും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ സൗന്ദര്യശാസ്ത്രപരമായ മാനദണ്ഡങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഒരു എഴുത്തിനെ വിലയിരുത്താൻ കഴിയില്ല, ഒരു രചനയെ വിലയിരുത്താൻ കഴിയില്ല. നമുക്ക് മറ്റ് വിജ്ഞാനശാഖകളിലേക്ക് കൂടി പോകേണ്ടതായിട്ട് വരും, മറ്റ് ഡിസിപ്ലിനുകളിലേക്ക് കൂടി പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരും, ചിലപ്പോൾ തത്വചിന്തയുടെ പുറകെ പോകേണ്ടി വരും, ചിലപ്പോൾ ചരിത്രത്തെ ആശ്രയിക്കേണ്ടി വരും. പാഠങ്ങളുടെ ചരിത്രപരതയും ചരിത്രത്തിന്റെ പാഠപരതയും ഒക്കെ പരസ്പരം നോക്കിക്കാണേണ്ടി വരും. അങ്ങനെ എഴുത്തിനോടുള്ള സമീപനം എന്ന് പറയുന്നത് സൗന്ദര്യാത്മകമായ സമീപനം മാത്രമായിരിക്കരുത് എന്നുള്ള തീരുമാനത്തിലും നമ്മൾ പിന്നീട് എത്തിച്ചേർന്നു. അങ്ങനെ വന്നപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായത്, എഴുത്തുകാരൻ എന്ന് പറയുന്ന ഈ വലിയ എന്താ പറയുക പ്രജാപതി, അപാരെ കാവ്യസംസാരെ കവിരേവ പ്രജാപതി, ആ പ്രജാപതി അയാളുടെ സ്ഥാനം നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാതാവുമ്പോൾ പണ്ട് ചന്തുമേനൊക്കെ പറഞ്ഞില്ലേ, എന്റെ വായനക്കാർ എന്ന് ചന്തുമേനൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എന്റെ വായനക്കാർ. യുഗലേഖയുടെ വർണ്ണത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്റെ വായനക്കാർ എന്നോട് ക്ഷമിക്കുമല്ലോ, എന്റെ വായനക്കാർ. ഇത് പൊസസീവായിട്ടുള്ള വാക്കാണ്. എന്റെ വായനക്കാർ നമുക്ക് വായനക്കാരില്ല എന്നുള്ളതാണ് പിന്നീട് വന്നു ചേർന്നത്. ഒരു എഴുത്തുകാരനും എന്റെ വായനക്കാർ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു പൊസസീവായി പറയാവുന്ന ഒരു വായനക്കാരുടെ സമൂഹം ഇല്ല. വായനക്കാരൻ എഴുത്തുകാരനെ ചോദ്യം ചെയ്യുന്നതിന് ക്ഷമിക്കുന്നുള്ളൊരവസ്ഥ വിശേഷം വരികയാണ്. വായനക്കാരൻ എഴുത്തുകാരൻ തന്റെ രചനകളിൽ പ്രഖ്യാപിക്കുന്ന സത്യവാങ്മൂലങ്ങളെ വിശ്വസിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ തന്റെ കവിതയിൽ ഞാൻ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ ആ കവിതയിലുള്ളത് അല്ലെങ്കിൽ എഴുത്തിലുള്ളത് എന്നുള്ള ഒരു ചോദ്യം വായനക്കാരൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. വാസ്തവത്തിൽ ഡീകോഡിംഗ് എന്ന് പറയുന്നത് കുഞ്ഞകുമാറിനെ കുറിച്ചുള്ള പുസ്തകത്തിനകത്ത്
എന്തുകൊണ്ട് സുകുമാർ അഴീക്കോട് നല്ല വിമർശകനായി എന്നതിനെ കുറിച്ച് രാജഗോപാൽ ചെറിയ കുറിപ്പ് എഴുതിയിരിക്കണം. രാജഗോപാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്യാപ്സൂൾ കോമ്പിറ്റികളിൽ ഒരുപാട് വലിയ കാര്യം പറയുന്നു എന്നുള്ളത്. കുഞ്ഞുമാഷ്ട കവിതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചെറിയ ക്യാപ്സൂൾ കോമ്പിറ്റികളിൽ രാജഗോപാൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു തരം ഡീകോഡിംഗ് പ്രോസസ്സാണ് വാസ്തവത്തിൽ എഴുത്ത് വായന എന്ന് പറയുന്നത്. എഴുത്തുകാരൻ പറഞ്ഞ കാര്യങ്ങളെ ഡീകോഡ് ചെയ്തെടുക്കാൻ വായനക്കാരൻ ചെയ്യുന്നത്. അങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ പ്രസരണ നഷ്ടങ്ങളുണ്ടാവും. അതായത് വായനക്കാരൻ എഴുത്തുകാരൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭാഷ എന്ന് പറയുന്ന മീഡിയം, ഇപ്പം നമ്മൾ പറയുന്നില്ലേ, വൈദ്യുതി ഉണ്ടാക്കുന്നിടത്ത് നിന്ന് ഉപയോഗിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ കമ്പിയിലൂടെ പോരുമ്പോൾ അതിൻ്റെ രോധം കാരണം അതിന് വരുന്ന പ്രസരണ നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ പ്രസരണ നഷ്ടം വാസ്തവത്തിൽ എഴുത്തിൻ്റെയും വായനയുടെയും പ്രക്രിയയിൽ സംഭവിച്ചേക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടേക്കാവുന്ന പ്രസരണ നഷ്ടത്തിലൂടെ കൈമോശം വന്നു പോയേക്കാവുന്ന ചില പ്രത്യേക വശങ്ങൾ, എഴുത്തിൻ്റെ വശങ്ങളെ അതൊരു പക്ഷേ എഴുത്തുകാരൻ കാണുന്നതായിരിക്കില്ല, വായനക്കാരൻ കണ്ടതുമായിരിക്കില്ല. എന്നാൽ ഇങ്ങനെയും കണ്ടുകൂടെ എന്ന മറ്റൊരു ചോദ്യത്തിലൂടെ ഉന്നയിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സമർത്ഥനായിട്ടുള്ള നിരൂപകൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ഒരു വായനക്കാരന് പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ പുസ്തകത്തെ അവിശ്വസിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ കവിതയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കുമാരനാശാനെ അത് എത്ര കണ്ട് പൊളിറ്റിക്കലി കറക്റ്റാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. നെല്ലിച്ചോട്ടിൽ മുളയ്ക്കും കാട്ടു പുല്ലല്ല സാധു പുലയൻ എന്ന് പറയുന്നിടത്ത് പുല്ല് പുലയൻ തുടങ്ങിയ വാക്കുകളോട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ സാന്ദർഭികമായിട്ടുള്ള കോൺവെർസേഷൻസ് കാലം മാറുമ്പോൾ വാക്കിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പം നേരത്തെ സുനിൽ സംസാരിക്കുമ്പോൾ ആശാനെ പറ്റി പറയുമ്പോൾ ദുഷ്ടമാഹമ്മദ് എന്ന് പറയുന്ന ഒറ്റ വാക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് പറയാം. വാസ്തവത്തിൽ എന്തുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചത് പിൽക്കാലങ്ങളിൽ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആവുന്നു? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പൈക്കള മേയ്ക്കുന്ന ചെക്കന്മാർ ഉച്ചയ്ക്ക് പച്ചിലപ്പൂന്നളയിൽ പോകും എന്ന് ഇടശ്ശേരി എഴുതുമ്പോൾ ആ പൈക്കള മേയ്ക്കുന്ന ചെക്കന്മാർ എന്ന് പറഞ്ഞ് ശരിയാണോ? അത് പൊളിറ്റിക്കൽ കറക്റ്റാണോ? നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്ക് കാട്ട് പുല്ലല്ല സാധു പുലയൻ. പുലയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീഴാണ വിഭാഗമാണ് എന്ന അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിച്ച വാക്ക് ശരിയാണോ? അവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എഴുത്തുകാരന് സംഭവിച്ചേക്കാവുന്ന ചില പ്രശ്നങ്ങൾ, എഴുത്തുകാരന് സംഭവിച്ചേക്കാവുന്ന ഭാവതീവ്രമായ നിമിഷങ്ങളുടേതായിട്ടുള്ള പ്രസരണ നഷ്ടങ്ങൾ, ഇങ്ങനെ പലതിലേക്കും കഥയിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഭാഷ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ രാജഗോപാൽ മാഷ് അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൽ ഏറ്റവും ഊന്നുന്നത് ഭാഷ തന്നെയാണ്. ഭാഷയാണ്. ഇപ്പം യവനിക എന്ന് പറയുന്ന ചെങ്ങമ്പുഴയുടെ കവിതയ്ക്കകത്ത് ഒരിടത്ത് ചെങ്ങമ്പുഴ ശേഖരൻ എന്ന് പറയുന്ന കവിയെക്കൊണ്ട് പറയിക്കുന്ന വരിയുണ്ട്. അതെ വാക്കിനോട് സർവം എന്ന് ചെങ്ങമ്പുഴയുടെ യവനിക എന്ന് പറയുന്ന കവിതയുടെ ഒരു വരി കാണാം. വാക്ക് അതെ വാക്കാണ് സർവം എന്ന് പറയുന്നത്. വാക്കാണ് സർവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നടന്നു നീങ്ങുന്ന വാക്ക് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ നടന്നു നീങ്ങുന്ന വാക്ക്, ആ നടന്നു നീങ്ങുന്ന നീക്കങ്ങൾ, ആ വാക്കിന് സംഭവിക്കുന്ന രൂപപരിണാമങ്ങൾ, അതിന് സംഭവിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനമാണ്. വാക്ക് തന്നെയാണ് പ്രധാനം. വാക്ക് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കും കുഞ്ഞമ്പുമാഷിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടത് അങ്ങനെ ആകുന്നു, എന്തുകൊണ്ട് അതൊരു കൂട്ടായ യൂണിഫിക്കേഷനായിട്ട് മാറുന്നു എന്നതിനെ കുറിച്ചും രാജഗോപാൽ പറഞ്ഞു. രാജഗോപാൽ ചിലപ്പോൾ നമുക്ക് ഈ രാജഗോപാലിൽ തോന്നുന്ന ഇത്തരം ചില ഫാൻസികളുണ്ട്. നമ്മുടെ ചെങ്ങമ്പുഴ അക്ഷരങ്ങളെ രൂപങ്ങളായിട്ട് കാണുന്നുണ്ടായി. ചുംബനത്തിന് ചുണ്ടുകൾ നീട്ടി നിൽക്കുന്ന അക്ഷരങ്ങളായിട്ട്, അക്ഷരങ്ങളുടെ ഷേപ്പിന് തന്നെ ഒരു ചിത്രഭംഗിയുണ്ട് എന്ന് ചെങ്ങമ്പുഴ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാജഗോപാൽ മാഷ് വാക്കുകളുടെ ചിത്രഭംഗികളെക്കുറിച്ച്, അർത്ഥഭംഗികളെക്കുറിച്ച്, അതിൻ്റെ പരിണാമങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് രാജഗോപാൽ മാഷ നിരൂപണത്തിൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും ചെറിയൊരു വാക്കിൻ്റെ ഇത്രയും ചെറിയൊരു പണി വെച്ചുകൊണ്ട് ഇത്രയും കൂടുതൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടായ്മയ്ക്കും. ഇപ്പോൾ കവിതയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കുഞ്ഞു ഭാഷ കവിതയെക്കുറിച്ച് പറയുന്ന ചില സന്ദർഭങ്ങളിൽ അതൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയും? എന്തുകൊണ്ട് വാക്കുകളാണ് സർവം, വാക്കുകളുടെ നടന്നു നീക്കങ്ങളിലെ, അതായത് ഡൈനമിക് ആയിട്ടുള്ള വാക്കുകളുടെ പ്രവർത്തന ശൈലി, ശേഷി, പൊട്ടൻസി അതെന്താണ് എന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വിചാരിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്. ഇത് മാത്രമേ എനിക്കും സമ്മർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രാഘവൻ മാഷിന്റെ എഴുത്തിൽ ഫോക്ലോറിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. കേരളത്തിലിപ്പോൾ സാഹിത്യ അക്കാദമിയാണ് ഏറ്റവും വലിയ അക്കാദമി എന്നാണല്ലോ പറയുന്നത്, പ്രൈം അക്കാദമി, സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോഴെങ്കിലും പ്രൈം അക്കാദമി, സാഹിത്യ അക്കാദമി ആകേണ്ടത് ഫോക്ലോർ അക്കാദമി ആകണം എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഫോക്ലോർ എന്ന് പറയുന്നത് ജനപദങ്ങളുമായിട്ട് അത്രയും അടുത്ത് സംവേദിക്കുന്ന ഒരു മീഡിയം എന്നൊക്കെയാണ് ഫോക്ലോറിനെ നമ്മൾ കാണുന്നത് എന്ന് സൂചിപ്പിക്കണം. അതുകൊണ്ടാണ് മാഷിന്റെ പൂരവും മരവും പൂവും മരവും പൂമരവും എന്നുള്ള പുസ്തകത്തിന് വലിയ പ്രാധാന്യം വരുന്നത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഫോക്ലോർ പഠനങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ ആ രീതിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ഇവിടെ പറഞ്ഞില്ലേ, കാസർഗോഡുകാരനായതുകൊണ്ട് മാർക്ക് ഒരു പരിമിതി ഒന്നുപോയി എന്ന് പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം കാസർഗോഡ് എഴുത്തുകാരെ കേരളം അംഗീകരിക്കാൻ ഇരുന്നിട്ടൊന്നുമില്ല. കാസർഗോഡിനാണല്ലോ മുന്നാമതായി തോന്നുന്നത്. കാസർഗോഡിനാണ് ഒരുപാട് എഴുത്തുകാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കാസർഗോഡായതുകൊണ്ട് രാഘവൻ മാർക്ക് ഒരു പരിമിതി ഉണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സർവഭാഷാ സംഗമത്തിൻ്റെ ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് രാഘവൻ മാഷ ഭാഷാ ചിന്തകൾക്ക് കുറച്ചുകൂടി വലിപ്പം കിട്ടിയിട്ടുണ്ടെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഇത് ഏറ്റവും പ്രധാനം ഭാഷയുടെ സമീപനം, നോട്ടങ്ങളിലെ പുതുമ, കാഴ്ചപ്പാടുകളിലെ പലമ, ഇതെല്ലാം ചേർന്നാണ് രാജഗോപാലൻ നിരൂപണം ശ്രദ്ധേയമായി തീരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിരൂപണത്തെക്കുറിച്ച് ഒരുപക്ഷെ നാളെ മലയാള സാഹിത്യ നിരൂപണം സഞ്ചരിക്കേണ്ട ചില പ്രത്യേക വഴികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആർക്കും അവഗണിക്കാവുന്ന ഒരു പാതയല്ല രാജഗോപാൽ മാഷ് വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ആ പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് എഴുത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ പുതിയ ഒരുപാട് ധാരണകൾ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്ത അവസാനിക്കുന്നു. ബഹുമാനപ്പെട്ട മോഹനൻ മാഷ്, ശ്രീധരൻ മാഷ്, സുനിൽ മാഷ്, പ്രിയമുള്ളവരെ, രാജഗോപാലൻ മാഷിന്റെ എഴുത്ത് വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേവലമായ ഒരു സൗന്ദര്യ മൂല്യം എന്നുള്ള നിലയിൽ മാത്രം അതൊരു ജീവിതമില്ല. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിബൃഹത്തായിട്ടുള്ള എഴുത്തിൻ്റെ ലോകത്ത് ഇത്രയും ജനാധിപത്യപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചലനാത്മകമായ വാക്കുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് സ്വന്തം ദേശത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് എന്നുള്ളത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ കാണുന്നു. ഒരാളുടെ വാക്കിനെ അംഗീകരിക്കുക, ആ വാക്കിൻ്റെ ബഹുസ്വരതയെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള അയാളുടെ ആരാണോ എഴുതുന്നത് അവരുടെ ഒരു എഴുത്ത് ജീവിതത്തിൻ്റെ മൗലികത എന്ന് വിചാരിക്കുകയാണ്. രാജഗോപാലൻ മാഷിന്റെ എഴുത്തുകളിൽ ആദ്യം എനിക്ക് തോന്നുന്നത് ഗവേഷകയായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ചുള്ള എഴുത്തുകൾ വായിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള എഴുത്തുകൾ അതെല്ലാം ആ കാലത്ത് തന്നെ വായിച്ചിട്ടില്ല. തൃശ്ശൂർ അപ്പന്തമുഖൻ ലൈബ്രറിയിൽ സ്ഥിരമായി പോയി അത് പൂർണ്ണമായിട്ട് അത് ഫോട്ടോ കോപ്പി എടുത്തത് പഠിച്ച് വായിച്ചിട്ടുള്ളൊരു പരിചയമുണ്ട്. അങ്ങനെ സ്ഥിരമായി വായിച്ചിട്ടുള്ള ആ എഴുത്തുകളിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് സാറ ജോസഫിൻ്റെ കന്യകയുടെ പുല്ലിംഗം എന്നുള്ള, മലയാളത്തിൽ ഒരുപക്ഷെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥ കൂടിയാണ്. കന്യകയുടെ പുല്ലിംഗം എന്നുള്ള കഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിൽ ഭാഷയുടെ നൈതികതയിൽ തൊട്ടുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഒരു സ്ത്രീപക്ഷ കഥ എന്നുള്ളൊരു നിരീക്ഷണമാണ്. ഭാഷയുടെ നൈതികത അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
അതുവരെ സ്ത്രീകളെ കുറിച്ച് എഴുതുന്നവരുണ്ടാകാം, സ്ത്രീ അനുഭവങ്ങളെ കുറിച്ച് അനുകമ്പയോടെയും തന്മയത്വത്തോടെയും ഒക്കെ എഴുതുന്നവരുണ്ടാകാം. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ ആരുടേതാണ്? ആ ഭാഷയിൽ നൈതികതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കന്യക എന്നുള്ള ഒരു വാക്കിന് മലയാളത്തിൽ ഒരു പുല്ലിംഗമില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് അവിവാഹിതകളായ ഗർഭിണികളായ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതെന്നുള്ള ഒരു ധ്വനി നിർഭരമായിട്ടുള്ള അതൊരു രാഷ്ട്രീയ ചിന്ത കൂടിയാണ്. അത്തരത്തിലുള്ള അത്തരം പ്രയോഗങ്ങൾ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കുകയാണ്. വാക്കുകൾ ഇങ്ങനെ പലതരത്തിലാണ് വരുന്നത്. വളരെ കാൽപ്പനികമായി വാക്കുകൾ ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്, വളരെ ബൗദ്ധികമായിട്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിനൊരു മധ്യമാർഗം കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രാജഗോപാലൻ മാഷിയെ സംബന്ധിച്ചിടത്തോളം ആധുനികതയ്ക്ക് ശേഷം, ആധുനികത മലയാളത്തിൽ നവകാൽപ്പനിക നിരൂപണം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആധുനിക നിരൂപണത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് നമുക്ക് KPFന്റെയും ആശാ മേനോൻ, വി രാജകൃഷ്ണന്റെയും ഒക്കെ നിരൂപണങ്ങൾ വായിക്കുമ്പോൾ ആ നിരൂപണത്തിൽ ഒരു തരത്തിലുള്ള വശ്യമായിട്ടുള്ള ഭാഷയിലെ സംഘനൃത്തം ചെയ്യുന്ന പോലെയുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ അത് വായിച്ച് ശീലിച്ച മനുഷ്യർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം നമ്മളെ വശീകരിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും പുറത്തു കിടക്കുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ച് വലിയ സംഘർഷം തന്നെയാണ്. അപ്പൊ നവകാൽപ്പനിക നിരൂപകർ ഉണ്ടാക്കിയെടുത്ത ഭാഷാപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാൽപ്പനിക ഭാവുകത്വം, ഈ ഭാവുകത്വത്തെ ബോധപൂർവം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ ബോധപൂർവം അതിനോട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകം മാറുന്നു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി അധികാര ശബ്ദങ്ങളെയും വിധേയത്വ ശബ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് എഴുത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ കൂടിയാണ് രാജഗോപാലൻ മാഷ്. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകളെല്ലാം തന്നെ സംസ്കാര പഠനത്തിന്റെ മാതൃകകളായി കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സാഹിത്യ പഠനം മാത്രമല്ല, കേവല സൗന്ദര്യ മൂല്യം എന്നുള്ള രീതിയിലല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വാക്കുകളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ ഈ ചർച്ചയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നതെന്ന് തോന്നുന്നു. അധികാര വിധേയത്വ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ എഴുത്തിലും വായനയിലും ഒക്കെ കാണുന്നത്. അതിന്റെ ബാഹ്യപത്രമായിട്ടാണ് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ അബോധാത്മകമായി പോലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വരെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കിന്റെ ഒരു ജനാധിപത്യ അന്തരീക്ഷത്തെ കുറിച്ച് ബോധപൂർവം ആലോചിക്കുകയും ഇടപെടുകയും ആധുനിക ഭാവുകത്വം സൃഷ്ടിച്ചെടുത്ത സൗന്ദര്യ മൂല്യങ്ങളെയെല്ലാം ബോധപൂർവം മറികടന്നുകൊണ്ട് ഒരു വലിയ എഴുത്തിൻ്റെയും വായനയുടേതുമായിട്ടുള്ള വലിയ പ്രതലങ്ങൾ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് കൂടിയാണ് രാജഗോപാലൻ മാഷിന്റെ ഭാഷയുടെ വാക്കുകളുടെ സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. സമയപരിമിതി കൊണ്ട് എത്രത്തോളം അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിലും ഈ ഒരു പ്രമേയ വിശകലനം നടത്തുക, അല്ലെങ്കിൽ പ്രമേയവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ അപൂർണമായ രീതിയിൽ വ്യവഹാര വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും ഭിന്നമായി സ്വന്തം ദേശത്തെ എഴുത്തിലേക്ക്, ഭാഷയിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്നുള്ള രീതിയിൽ കൂടി മാഷിന്റെ എഴുത്തുകളെ കാണേണ്ടതുണ്ട്. ഫലമായി എന്നുള്ള വാക്കിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ വേറൊരു ദേശത്തു നിന്ന് വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിരന്തരം അത് വായിക്കുമ്പോൾ സംശയം തോന്നിയിട്ടുള്ള ഓർമ്മത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ആദ്യമൊക്കെ സംശയിച്ചിരുന്നു, പിന്നീട് അതൊക്കെ ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്വന്തം ദേശത്തിലേക്ക്, ദേശീയ ഭാഷയിലേക്ക്, പ്രാദേശിക ഭാഷയിലേക്ക് ഖനനം ചെയ്തു പോകുന്ന രീതിയിലുള്ള എഴുത്തുവഴികളാണ് അദ്ദേഹം തന്റെ എഴുത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. ഞാനൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പേരുകൾ
പെരുമാറ്റങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പേരുകൾ പെരുമാറ്റങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഓരോ അധ്യായത്തിലും എങ്ങനെയാണ് ഈ എഴുത്ത് വാക്കുകൾ എങ്ങനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരാളെ രൂപപ്പെടുത്തി, എങ്ങനെ ഒരു ജനസഞ്ചയത്തിന്റെ അബോധത്തിൽ വാക്കുകൾ പ്രവർത്തിക്കുന്നു, മനുഷ്യരെങ്ങനെയാണ് മറവിയിലേക്ക് വാക്കുകളെ തള്ളിയിടുന്നത്, ഇങ്ങനെ ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലുള്ള ഒരു സഞ്ചാരം ആ പുസ്തകത്തിലുണ്ട്. അതിൽ ധാരാളം പ്രാദേശിക പദങ്ങളും ഇവിടെയുള്ള കാസർഗോഡയോ കണ്ണൂരിലുള്ള ഒരുപാട് ഗ്രാമങ്ങളെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും കൗതുകകരവുമായി തോന്നിയിട്ടുള്ള ഒന്നായിരുന്നു കുലത്തൂർ വിളക്ക് എന്ന് പറയുന്ന ഒരു വാക്കിനെ. ആ വാക്കിന് ഒരുപാട് ഒളിയിടങ്ങളുണ്ട്. വാക്കിന്റെ ഒളിയിടങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോഴാണ് അതിൽ എത്രമാത്രം ഒരു ഭൂതകാലമുണ്ടെന്നും ഒരു ചരിത്രാനുഭവമായി വാക്ക് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതെന്നും പോകെ പോകെ അത് വിസ്മൃതിയിൽ ലയിക്കുന്നതെന്നും ഒക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവിളക്കുമാടങ്ങൾ ഉണ്ടാകുന്നതെന്നും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ എങ്ങനെയാണ് ഇതൊരു വിളക്കുമാടം എന്നുള്ളൊരു സങ്കല്പനം എങ്ങനെ കൊണ്ടുവരുന്നു, അതിൽ തന്നെ ഗ്രീക്കോ റോമൻ സങ്കല്പങ്ങളെ കുറിച്ച്, വെളിച്ചത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച്, ഇപ്പൊ ഇന്ത്യയുടെ ഒരു കൊളോണിയൽ പശ്ചാത്തലത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള കോളനി അനന്തരം രൂപപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ കാഴ്ചകളെ സംബന്ധിച്ച് ഓർമ്മകൾ, വിസ്മൃതികൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിലിങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നത് ചരിത്രപരമായ ഉള്ളടക്കം ഉള്ളവയാണെന്നും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രവും കലാചരിത്രവും കൃത്യമായി ഉൾക്കൊള്ളുന്നവയാണ് കേരളീയ ഗ്രാമങ്ങളെന്നും അടയാളപ്പെടുത്തി പോകുന്ന ഒന്നാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ വാക്കുകളുടെ ചുവട് പിടിച്ച് പോകുന്നത് നമുക്ക് അജ്ഞാതമായി കൊണ്ടുതീരുന്ന ഒരു ഭൂതകാലത്തെ കുറിച്ചാണ്. ഏതു വാക്കിലും ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് എന്ന് കണ്ടെത്തുന്നതാണ് എഴുത്തിന്റെയും വായനയുടെയും ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. അതിൽ തന്നെ ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ജാനകി മണ്ണടക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം സ്ത്രീയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കർണാടക അതിർത്തി പ്രദേശത്ത് ജീവിക്കുന്ന ആദിവാസിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടുത്തെ ജനങ്ങളുടെ സഹായം കൊണ്ട് നിന്നു പോകുന്ന ഒരു സ്കൂള്, ആ വിദ്യാലയത്തിലേക്ക് സ്വന്തം അധ്വാനത്തിന്റെ പങ്ക് കൊടുക്കുവാൻ ധീരമായി കടന്നു ചെല്ലുകയും അവിടെ നിന്ന് അവകാശവാദങ്ങളൊന്നുമില്ലാതെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ജാനകി മണ്ണടക്കം, ജാനകി മണ്ണ്, ഈ രണ്ട് വാക്കുകളിൽ നിന്ന് ഇതിഹാസ വായനകൾ വരെ നടത്തുവാനും ഒരു ദേശത്തിന്റെ ചരിത്രം മാത്രമല്ല ഇതിഹാസ പാഠങ്ങളെ വരെ ഉൾക്കൊള്ളിക്കുവാനും അതിനെ ഒരു ക്രിറ്റിക്കൽ ഇൻസൈഡർ എന്നുള്ള രീതിയിൽ വളരെ വിമർശനാത്മകമായി കാര്യങ്ങളെ കാണാനും അത് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഏതൽ പണി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എഴുതൽ എന്ന് പറയുന്ന, അതായത് അതോറിറ്റി എന്നുള്ള ഓർഡർ എന്ന് പറയുന്നത് അതോറിറ്റി അധികാര ശബ്ദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാക്കാണെന്നും അത് ഒരിക്കലും എഴുത്ത് എന്ന് പറയുന്നത് ഒരു അധികാര ശബ്ദവുമായി ബന്ധപ്പെട്ട ഒന്നല്ല എന്നും അത് വർക്കുമായി ബന്ധപ്പെട്ട അധ്വാനവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാണ് എന്നുമുള്ള തിരിച്ചറിവിൽ നിന്ന് ഈ ഏതൽ പണി എന്നുള്ള വാക്ക് ബദലായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. എത്രയോ വാക്കുകൾക്ക് അതുപോലെ തീവണ്ടി നിർത്തുമിടം വളരെ ആകർഷിച്ച വാക്കുകളാണ്. തീവണ്ടി നിർത്തുമിടം എന്ന് പറയുന്ന വാക്കുകളൊക്കെ പ്രാദേശികമായിട്ട് ഒരുപക്ഷെ ഈ ദേശത്ത് ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം. ഈ പ്രാദേശിക പദങ്ങളെ മലയാളിയുടെ ഭാഷാ സഞ്ചയത്തിലേക്ക് വിളക്കി ചേർക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഉപയോഗിച്ചതിൻ്റെ ഒരു അനുഭവങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തില് റിലീഫ് എന്ന് പറയുന്ന വാക്ക്, ഈ റിലീഫ് എന്നുള്ള വാക്ക് നമ്പൂതിരിയുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു ലേഖനം വായിച്ചതിന്റെ ഓർമ്മയിൽ ചിത്രകലയിലെ ഉയർച്ച കാഴ്ചകളെ കുറിച്ച് പറയുന്ന ഭൂപ്രകൃതിയെ കുറിച്ച്, കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഉയർച്ച കാഴ്ചകളെ കുറിച്ച് പറയുന്ന ആ വാക്കിന് അങ്ങനെ ഒരു ഡയമെൻഷൻ, ഒരു മാനം കൂടി ഉണ്ട് എന്നുള്ളത് ഒരു കലാചരിത്ര പഠനം
വായിച്ചതിൽ നിന്ന് കിട്ടിയ ഓർമ്മയാണ്. അങ്ങനെ ചിത്രകലയിലെ റിലീഫ് എന്നുള്ള ആ അർത്ഥം, പദത്തിന്റെ അർത്ഥം എനിക്കൊരു തൊഴിൽ തന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ വാക്കുകൾ എന്ന് പറയുന്നത്, വാക്കുകൾ ഇങ്ങനെ പുറപ്പെട്ടു പോകുന്ന വാക്കുകളാണ്. പുറപ്പാടും തിരിച്ചുവരവെന്ന് പറയുന്നത് നമ്മുടെ എക്കാലത്തെയും പ്രലോഭനങ്ങളാണ്, സമാന്തരമായ കാവ്യാത്മകമായ പ്രലോഭനങ്ങളാണ്. എന്നാൽ പുറപ്പെട്ടു പോകുന്നവയൊന്നും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറപ്പെട്ടു പോയ വാക്കുകളൊന്നും അതേപോലെ തിരിച്ചു വരുന്നില്ല. മാഷ്ടെ എഴുത്തുകളിലെ ഒരു പുറപ്പാട്, വാക്കുകളുടെ പുറപ്പാടെന്ന് പറയുന്നത് ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിക്കുകയും ഏതൊക്കെയോ മനുഷ്യരിൽ അവരവരുടേതായിട്ടുള്ള അർത്ഥങ്ങളും അനുഭൂതികളും ചിന്തകളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുന്നത് പോലെയാണ്. ഓരോ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള കേൾവികളും അനുഭൂതികളും ചിന്തകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ഗാനവും കേൾക്കുന്നത് പോലെ വായനയുടെ ജനാധിപത്യ പരിസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ വാക്ക് എന്നുള്ള ഒരു പ്രധാന സൂചകമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു ഭാവിയുടെ സമകാലികം എന്നുള്ളൊരു ആശയം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശാല ചിന്താഗതിയുള്ള ഒരു എഴുത്തുകാരനിൽ നിന്ന് മാത്രമാണ് വായനക്കാരൻ കൂടിയായിട്ടുള്ള എഴുത്തുകാരനായിട്ട് MT-യെ തിരിച്ചറിയുന്ന ഒരു പുസ്തകം അടുത്ത കാലത്താണ് അദ്ദേഹം എഴുതിയത്. ഒരു എഴുത്തിലൊരു മഹാരഥനായി നിൽക്കുമ്പോഴും വായനക്കാരൻ കൂടിയായി നിൽക്കുന്ന ഒരു ജീവിതം. അപ്പൊ മനുഷ്യരെല്ലാവരും എഴുത്തുകാരും മാത്രമൊന്നുമല്ല. വായനയിൽ എന്ന് പറയുന്നത് സമാന്തരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, സംഘർഷഭരിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സുനിൽ മാഷയുടെ നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു. മിശ്രഭാഷകത്വം എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ഒരു സംഘർഷ മേഖലയായി ഭാഷ മാറുന്നത്. ഈ ഒരു വാക്കിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വാക്കിലൂടെ ഓരോ കാര്യങ്ങളിൽ എത്തിച്ചേരുകയാണ്. കവിതയുടെ ഗ്രാമങ്ങൾ, എനിക്ക് തോന്നുന്നു പയ്യന്നൂര് വെച്ചിട്ട് MN വിജയൻ മാഷാണ് കവിതയുടെ ഗ്രാമങ്ങൾ എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്തത്. അതിൽ പങ്കെടുക്കാൻ, ഒരു കേൾവിക്കാരിയായിട്ട് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ അതിലൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാം വായിച്ചിട്ടുള്ള ഇടശ്ശേരിയുടെ പൂതപ്പാട്ടെന്ന് പറയുന്ന കവിതയില് അമ്മ ഭൂതവുമായി സന്ധി ചെയ്യുന്ന അമ്മയാണ്. അതായത് കുട്ടിയെ തിരിച്ച് കൊടുക്കുമ്പോൾ ഭൂതവുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു ഫ്യൂഡൽ മനോഭാവമുള്ള, എന്തിനോടും സമരസപ്പെടാൻ സാധിക്കുന്ന ഫ്യൂഡൽ മനോഭാവമുള്ള ഒരു അമ്മയായിട്ടാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ അമ്മ നിൽക്കുന്നത്. അതേ ഒരു കാര്യം തന്നെയാണ് വയനാട്ടിലെ ഗോത്രവർഗങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന ഈ ഒരു കഥ. പൂതപ്പാട്ടിനോട് സമാന സ്വഭാവമുള്ള കഥയിൽ അമ്മ ഒരിക്കലും ഭൂതവുമായി സന്ധി ചെയ്യുന്നില്ല. അമ്മ അതിനോട് വളരെ തീക്ഷ്ണമായി, നിശിതമായി പ്രതികരിക്കുന്ന ഒരു അമ്മയെ അതിൽ കാണിക്കുന്നത്. ഇങ്ങനെ സംസ്കാരവും പ്രതിസംസ്കാരവും ഒക്കെ ചേർന്ന്, പ്രതിസംസ്കാരത്തിന്റെ യുക്തികളാണ് മാഷ്ടെ വാക്കുകളിൽ ധാരാളമായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു കാര്യത്തിന്റെ മറുപുറം തേടിയുള്ള അന്വേഷണത്തിൽ എപ്പോഴും ഈ പ്രതിസംസ്കാരത്തിന്റെ യുക്തികൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളുടെ ഒരു ഇടഞ്ഞിടഞ്ഞു പോകുന്ന സംഘർഷ മേഖലകളെ കുറിച്ചുള്ള ഒരു അതിബൃഹത്തായിട്ടുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങളിലും. കുറേയേറെ പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും വാക്കുകൾ ചലനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരിക്കലും അടഞ്ഞു പോകുന്ന പാഠമല്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ്, ഓർമ്മകളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെയാണ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ, ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് ധാരാളം ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പോലെയാണ് ഈ വാക്ക്. ഒരു വാക്ക് കേൾക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ രൂപകമായും ചരിത്രപരമായിട്ടുള്ള രൂപകം, കലാരൂപകവുമായും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ഇതില് കിനാത്തിൽ വായനശാല എന്ന് പറയുന്ന ആ വായനശാലയെ കുറിച്ച് അദ്ദേഹം പറയുന്ന വളരെ ചെറിയൊരു കാര്യം മാത്രം ഞാനിവിടെ വായിക്കുന്നുണ്ട്. കിനാത്തിൽ വായനശാല ഞങ്ങളുടെ പുസ്തകശീലത്തെ പുതുക്കിക്കൊണ്ടിരുന്നു. ആകാശത്തിന്റെ, മണ്ണിന്റെ, മരങ്ങളുടെ, ഇരുട്ടിന്റെ, മൃഗങ്ങളുടെ, മനുഷ്യരുടെ അർത്ഥങ്ങൾ മാറുന്നതായി തോന്നി തുടങ്ങി. അത് സ്വയം തിരിച്ചറിഞ്ഞതുമില്ല. ഇതുപോലെ മനുഷ്യര് മാത്രമല്ല, പലതരത്തിലുള്ള ഒരു ജീവി വർഗത്തിന്റെ ഒരു ലോകമായിട്ട്
എഴുത്തിനെയും വായനയും ഒക്കെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ബംഗാളി നോവലായിട്ടുള്ള ആരണ്യക് ഒരു ശബ്ദ നോവലാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഏതാണെന്ന് എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ശബ്ദ നോവലാണ്. ജൈവ വനശബ്ദങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ആരണ്യക് എന്ന് പറയുന്നത് ഒരു വോയിസ് നോവലാണെന്നും ശബ്ദ നോവലാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ലിപികളില്ലാത്ത ഭാഷയില്ലാത്ത ഗോത്രങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അത് ചരിത്രപരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നരവംശ ശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യത്തെ എങ്ങനെ പിൽക്കാല കവിത ഉൾക്കൊണ്ടു എന്ന് ചുള്ളിക്കാടിന്റെ ഒരു കവിതയിലെ പ്രയോഗം എടുത്ത് കാണിച്ചിട്ട് മൂകഗോത്രങ്ങളുടെ മുഖഗോഷ്ഠികൾ എന്ന് ചുള്ളിക്കാടിന്റെ ഒരു പ്രയോഗം എടുത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഭാഷയിൽ നിരവധി നമ്മൾ അറിഞ്ഞും അറിയാതെയുമായുള്ള ധാരാളം കാര്യങ്ങൾ, അനുഭൂതി ഉണ്ടാകാം, ശാസ്ത്രവും കലയും മനുഷ്യരുടെ വികാരങ്ങളും പല രീതിയിലുള്ള ഭാവനകളും നൈരാശ്യങ്ങളും ദുരന്തബോധങ്ങളും ഒക്കെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ചലനാത്മകമായൊരു രൂപകമായി വാക്കിനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഭാഷ എഴുത്തുകളുടെ എല്ലാം സവിശേഷത. കൂടുതൽ കൃതികളെ കുറിച്ച് പറയാനുള്ള ഒരു സമയമില്ല, എങ്കിലും പറയാതിരിക്കാൻ സാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് സ്വന്തം ദേശത്തിലേക്ക് ഇങ്ങനെ ഖനനം ചെയ്തു പോകുന്ന എഴുത്തുകാർ നിരൂപകർ അധികം നമുക്കില്ല. ആ ദേശങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ എഴുത്തിൻ്റെ ടൂൾസ് ഉപാധികൾ കണ്ടെത്തുന്ന അതിനെ ഒരു സൗന്ദര്യാത്മകമായും ശാസ്ത്രീയമായും ചരിത്രപരമായും വായിച്ചെടുക്കുന്ന എഴുത്തുകാർ അധികം നമുക്കില്ല. എപ്പോഴും ഭാഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ബാബ അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന സംഗീതജ്ഞനെ കുറിച്ചാണ്. അന്നപൂർണാദേവിയുടെയും അലി അക്ബർ ഖാന്റെയും പിതാവായിട്ടുള്ള പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവായിട്ടുള്ള ബാബ അലാവുദ്ദീൻ ഖാൻ. അദ്ദേഹത്തിന്റെ ദേശം മധ്യപ്രദേശിലെ മെയ്ഹർ എന്നുള്ള, അതായത് ലോകത്തിലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും ലബോറട്ടറി ആയി അറിയപ്പെടുന്ന ദേശമാണ്. അലാവുദ്ദീൻ ഖാൻ ആ ദേശം വിട്ട് എവിടേക്കും പോയിട്ടില്ല. പക്ഷെ ആ ദേശത്തിലേക്ക് ഒരുപാട് മനുഷ്യരെ കഴിവുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ലോകബോധം കൊണ്ട്, കലാബോധം കൊണ്ട് ലോകത്തെ ആകർഷിച്ചൊരു ദേശമാണ്. അതുകൊണ്ട് സ്വന്തം ദേശത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ, എന്നാൽ ഒട്ടും അവയെ കാൽപ്പനികമായ കേവലമായ സൗന്ദര്യമൂല്യമായി കാണാതെ നിരന്തരം പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്കിന്റെ ഒളിയിടങ്ങളായി മാത്രം എഴുത്തിനെയും വായനയെയും നിരന്തരം സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്ത് ജീവിതമാണ്, വായനാ ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ. കോളേജ് ലെവലിൽ പറഞ്ഞത് എഴുത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും മാഷയുടെ ആ ഊന്നലിനെ കുറിച്ചും തന്നെയാണ്, പരമയെക്കുറിച്ചും തന്നെയാണ്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഞങ്ങളുടെ ഓഡിയൻസിൻ്റെ മനസ്സിൽ അതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മാത്രം വിചാരിക്കുന്നു. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളോട് ചെയ്യുന്നൊരു പാതകമായിരിക്കും തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് കൂടി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവണമെന്ന് വിചാരിക്കും. എഴുത്തിൻ്റെ മാത്രമല്ല പറച്ചിൻ്റെയും ജനാധിപത്യം അവാർഡല്ലോ. എന്നിട്ട് ഒരു മിനിറ്റ് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചിട്ട് വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയാനാണ് അഭ്യർത്ഥിക്കുന്നു. മാഷ് എൻ്റെ സഹപാഠി കൂടിയാണ്, ഒന്നിച്ച് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുളച്ച് നിൽക്കുന്ന പറഞ്ഞ പോലെ പുതിയ കുറേ വാക്കുകൾ, നാടിൻ്റെ ജീവനായ കുറേ വാക്കുകൾ, കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, പുതിയ വാക്കുകൾ, മറ്റെവിടെയും കേൾക്കാത്ത മാഷയുടേതായ മാത്രമുള്ള കുറേ വാക്കുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വല്ലാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. പിന്നെ പുസ്തകങ്ങൾക്കപ്പുറം മാഷയുടെ ആ സൗഹൃദ മനോഭാവവും വിനയവും അത് ഏറെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ അതില്ലാത്തൊരു കാലമാണ്. ഇപ്പോൾ നമ്മളൊരു വേഷം ഇടൽ അല്ലെങ്കിൽ നല്ലൊരു നാടകത്തിൽ വന്നു തുടങ്ങി പിന്നെ മറ്റുള്ളവരോട് സംസാരിച്ചുകൂടാം, സംസാരിച്ചാൽ എൻ്റെ അന്തസ്സിന് മോശമാണെന്ന് കാണുന്ന ഈ കാലഘട്ടത്തിൽ അതിന് വിപരീതമായി വളരെയേറെ ആൾക്കാരെ സൗഹൃദം നിലനിർത്താനും വിനയം കൊണ്ടു നടക്കാനും മാറ്റി കാണിക്കുന്ന ആ ഒരു താല്പര്യം അത് പറയാതിരിക്കാൻ വയ്യ.
അതുപോലെ വാക്കുകളുടെ രാജകുമാരൻ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. മറ്റിപ്പോൾ നമ്മൾ സാഹിത്യ വാക്കുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനിടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട് മാറ്റി ചില വാക്കുകൾ പുതിയ തരം വാക്കുകൾ ഉണ്ടാക്കിയാണ്. അത് ശരിക്കും നമ്മുടെ ഈ നാടിൻ്റെ ജീവൻ അയച്ച കുറേ വാക്കുകൾ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം എല്ലാവിധ ആവുമെന്ന് അഭിനന്ദിക്കുന്നു. 1 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ച സമയം. അത് സമയം തീർന്നു ഓൾറെഡി. എന്നാലും ആർക്കെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉപയോഗിക്കും. ഇന്നലെ സ്ത്രീ അറിവുകൾ എന്ന പുസ്തകം, എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന് പറയുന്ന പുസ്തകം, മാഷിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കുമ്പോൾ മാഷ് തൊട്ടടുത്ത് ഇരുന്നിട്ട് നമ്മളോട് പറയുന്നത് പോലെയുള്ള അനുഭവമാണ്. പി മാഷ് നമ്മളോട് തൊട്ടടുത്ത് ഇരുന്നിട്ട് അനുഭവങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് ആ പുസ്തകങ്ങൾ വായിക്കുന്നത്. എന്നാൽ ഞാൻ രാത്രി ട്രെയിനിൽ വരുമ്പോൾ എടുത്തു വെച്ച പുസ്തകം മാഷിൻ്റെ എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന പുസ്തകമാണ്. അതാണ് ഞാൻ നമ്മളെ വായിച്ചുകൊണ്ടേ വന്നത്. അപ്പം അതിലുള്ള പല വാക്കുകൾ നേരത്തെ ഇവിടെ 2 അവതാരങ്ങൾ പറഞ്ഞതുപോലെ മാഷിൻ്റെ ഓരോ വാക്കുകൾ അതും നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല വാക്കുകളും നമുക്ക് കൂടുതൽ ചിലപ്പോൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു പുതിയ വാക്കുകൾ മാത്രമല്ല, പുതിയ അനുഭവങ്ങൾ. ഇന്നലെ വായിച്ചപ്പോൾ അതിലെ സ്ത്രീ അറിവുകളിൽ കന്യാസ്ത്രീയെ കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട്. അതൊക്കെ നമ്മളെ മനസ്സിന് വല്ലാണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള അനുഭവങ്ങളാണ് അതിലെഴുതി മാഷ് അവതരിപ്പിച്ചതെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിൽ വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഇവിടെ അവതാരകർ പറഞ്ഞ കാര്യങ്ങൾ, മാഷിന്റെ ആ ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ട്, കാരണം അവതാരക എന്താ പറയാ, ആദ്യം നമ്മുടെ മോഹനമാഷ് സാറ് പറഞ്ഞത് അവതാരക വേണോ എന്നുള്ളൊരു കാര്യങ്ങളും കൂടി പറയുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുത്തുകാരൻ തന്നെ കാര്യങ്ങൾ വിശകലനം പറയുന്നില്ലേ, പിന്നെ അവതാരകൻ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മളതൊരു എഴുത്തുകാരന്റെ വാക്കുകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ടാണ് അവതാരകൻ അതിന് അല്ലെ, എല്ലാ ഭാഗങ്ങളുടെയും ക്രോഡീകരിച്ചിട്ടാണ് അവതാരകൻ ആദ്യം അതൊന്ന് എഴുതി വെക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ചിലയിടങ്ങളിൽ അതൊരു ഗുണപരമായ രീതിയിൽ തന്നെയാണ് അത് തോന്നാറ് എന്നുള്ളത് തന്നെയാണ് പറയാൻ. ഒന്ന്, ഈ വായനക്കാരുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാജകുമാര മാഷിന്റെ ഇപ്പോൾ അങ്ങനെ പരാമർശം കണ്ടില്ല. വായനക്കാരൻ എംപി എന്ന പുസ്തകം അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എഴുത്താൾ തന്നെ. അപ്പം ഈ പട്ടികയിൽ അതും കൂടെ ഒന്ന് ഇപ്പൊ പരമ എന്ന വാക്ക് പല പ്രാവശ്യം ഇവിടെ ഉദ്ധരിക്കുമ്പോൾ തന്നെ ഈ എഴുത്താൾ എന്ന വാക്ക് അതിൻ്റെ ഒരു ലിംഗപരമായ പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ എഴുത്താൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഈ നടന്നു പോകുന്ന വാക്ക് ഇപ്പോൾ നമുക്കെല്ലാം ഒരു വാക്കുകളുടെ ഒരു ശേഖരമുണ്ട്. അതുപോലെ മറ്റുള്ള എനിക്ക് വ്യക്തിപരമായി വെച്ചുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അധികം ഒരു കാര്യം പറയുകയല്ലേ, പിടിയൻ എന്നൊരു വാക്ക് നമ്മൾ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നു. പിടിയൻ, ആ പിടിയൻ എന്ന വാക്ക് കുറേ കാലത്തിന് ശേഷം മാഷോട് ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം കുറേ ദിവസം അദ്ദേഹത്തിന് വളരെ വിങ്ങലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ വാക്ക് ശേഖരത്തിൽ നിന്ന് ചില വാക്കുകൾ പറന്നു, ഇവിടെ ഉപയോഗിച്ച വാക്കിനെ ഉപയോഗിക്കുന്നു, പറന്നു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥ ചോദിക്കുന്നു. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ കൂടി ഇപ്പൊ എനിക്ക് ഒരു സങ്കടമുണ്ട്. ഇപ്പോൾ KP മോഹൻ മാഷ് കവിതയുടെ ഗ്രാമങ്ങൾ അതിനെ കുറിച്ച് ഒരു ചെറിയ ലേഖനം നേരത്തെ വായിച്ചപ്പോൾ തോന്നുന്നു. അപ്പോൾ കവിതയുടെ ഗ്രാമങ്ങൾ പറയാനാണ് പറഞ്ഞത്, വേറെ പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് നഷ്ടമാണ് തീർച്ചയായും. എഴുത്തിലും വായനയിലും ഉണ്ടാകുന്ന പ്രസരണ നഷ്ടം അതെങ്ങനെ കുറക്കാൻ കഴിയുന്നുള്ളതാണ്. എൻ്റെ വായനക്കാർ എന്ന് പറയാനുള്ള വായനക്കാരില്ല. ഈ 2-3 കാര്യത്തിൽ വ്യക്തതയൊന്നുമല്ല. അതാണ് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കാം. ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പിടികൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണത്തിനുള്ള സമയത്തൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ സെഷൻ ഇവിടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബാലകൃഷ്ണൻ ചേർക്കുക.
വായനക്കാരുടെ രാജ്യഭാരം എന്നുള്ളതാണ്. അതായത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ മലയാള തർജ്ജമയിൽ ഒരു വരിയുണ്ട്, രാജ്യഭാരം കയ്യിൽ പിടിച്ച കുടയുന്ന പോലെ എന്നാണ്. അപ്പൊ രാജ്യഭാരം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സൗകര്യം ഉണ്ടാകുമ്പോഴും അതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇവിടെ ടോപ്പിക് കൊടുത്തതും അത് തന്നെയാണ്, വായനക്കാരന്റെ രാജ്യഭാരം എന്നുള്ളത്. വായനക്കാരൻ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റിയ EP രാജഗോപാൽ മാഷയുടെ ആ വിമർശന സാഹിത്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വായനക്കാരന്റെ ഉത്തരവാദിത്വം ചെറുതല്ല. അത് രാജ്യഭാരത്തെ പോലെ തന്നെ കയ്യിൽ പിടിച്ച കുടയുന്ന പോലെ സൗകര്യം ഉണ്ടെങ്കിലും ആസ്വദിക്കുമ്പോഴും അതിന് വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്നുള്ളതാണ് നമ്മുടെ EP രാജഗോപാൽ മാഷിന്റെ ചരിതാർത്ഥ്യവും ജീവിത സാഫല്യം. അതിവിടെ പാനൽ ചർച്ചയിലൂടെ രണ്ട് വ്യത്യസ്ത രീതികളിലെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർ, ഒന്ന് ഡോക്ടർ KP മോഹനൻ, രണ്ടാമത്തത് ഡോക്ടർ. ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതികളിലൂടെയാണ് ഈ വിഷയത്തേക്ക് സമീപിച്ചതെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് എന്ന മൂന്നുപേരും അവരുടേതായ വീക്ഷണകോണിലൂടെ ഈ വിഷയത്തെ അഭിമുഖീകരിച്ചു എന്നുള്ളത് നമ്മുടെ ഈ സദസ്സിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ എന്റെ സഹപ്രവർത്തകൻ ശ്രീ ഉമേഷ് കൂടിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മോഡറേറ്ററായിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയ ഡോക്ടർ AK ശ്രീഗിരി അവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പാനൽ ചർച്ച ഗംഭീരമാക്കിയ ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ രേഖ എന്നിവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് പങ്കെടുത്ത പേര് പറഞ്ഞവർ എങ്കിലും ഹൃദയം നിറഞ്ഞ നമ്മുടെ ഈ സംഘാടകർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.